സംരക്ഷണ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിരിക്കുന്നു. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, യു ടേൺ അടിക്കുകയാണ് സർക്കാർ. വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. നിർണായകമായ തീരുമാനം ശബരിമല വിഷയത്തിൽ CPIM കൈക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞോളൂ റഹീസ്. ശബരിമല വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ ഇന്നെടുക്കും. അതിനു മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം CPIM എടുത്തിരിക്കുന്നു. വിശ്വാസികൾക്കൊപ്പം സർക്കാർ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് മുൻ നിലപാടിൽ നിന്ന് യു ടേൺ അടിക്കുന്ന സമീപനം തെരഞ്ഞെടുപ്പിന് മുന്നിൽ കൂടി കണ്ട് CPIM എടുത്തിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ എന്തായിരിക്കും CPIMന്റെ രാഷ്ട്രീയ തീരുമാനം? അതനുസരിച്ച് കേരളം എന്ത് നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കും എന്നത് കുറേ കാലമായിട്ടുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനാണ് ഇന്ന് അല്പസമയം മുമ്പ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉത്തരമായിരിക്കുന്നത്. CPIMന്റെ തീരുമാനം അല്പസമയത്തിനകം ഘടകകക്ഷി നേതാക്കളെ കൂടി അറിയിക്കും. സ്വാഭാവികമായും എല്ലാവരും വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതുകൊണ്ട് തന്നെ LDF നേതാക്കളുടെ അംഗീകാരം കൂടി കിട്ടിയതിനു ശേഷം അത് നടപ്പിലാക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗം അതൊരു സർക്കാരിൻ്റെ തീരുമാനമാക്കി, അതൊരു ഉത്തരവാക്കി ഇറക്കി AGയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നാളെ സമർപ്പിക്കാനാണ് തീരുമാനം. ഏറെ കാലമായി CPIM വിശ്വാസികളുടെ വിമർശനം കേട്ട ഒരു വിഷയമാണ് ശബരിമല വിഷയത്തിൽ. സ്ത്രീ പ്രവേശനം വേണമെന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ സർക്കാർ എടുത്തത്. ദേവസ്വം ബോർഡ്, അന്ന് LDFന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡും സമാനമായ നിലപാടെടുത്തു. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം CPIM ഏറ്റുവാങ്ങി. കേരളം മാസങ്ങളോളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. CPIM സ്പോൺസർ ചെയ്ത 2 സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റി എന്ന ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അന്നും നിയമം തീരുമാനിക്കുന്ന സുപ്രീം കോടതി തീരുമാനത്തിനൊപ്പം സർക്കാർ എന്ന നിലപാടായിരുന്നു അന്നെടുത്തിരുന്നത്. അതിനുശേഷമാണ് രാഷ്ട്രീയമായ തിരിച്ചടികൾ CPIMനും LDFനും ഉണ്ടായത്. അന്ന് വീടുകൾ കയറി ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേരളത്തിന് പുതിയ സത്യവാങ്മൂലം നൽകേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എടുത്തപ്പോഴാണ് 14-ാം തീയതി വരെ, അതായത് നാളെയാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കേണ്ട ഡെഡ് ലൈനായി സുപ്രീം കോടതി വെച്ചിരുന്നത്. അതിന് മുന്നോടിയായാണ് അതിനിർണായകമായ തീരുമാനം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയം മുമ്പ് അവസാനിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ തിരഞ്ഞെടുപ്പിനെ കൂടി കണക്ട് ചെയ്ത് പറയേണ്ടി വരും. കാരണം വിശ്വാസികൾക്കെതിരായ ഒരു നിലപാട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്വീകരിക്കാൻ CPIMനോ LDFനോ ഒരു കാരണവശാലും കഴിയില്ല എന്ന് മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും അതുകൂടി കണക്കിലെടുത്താണ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള ഏറ്റവും നിർണായകമായ തീരുമാനം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. രാഷ്ട്രീയ തീരുമാനമെടുത്താൽ സർക്കാർ അത് നടപ്പിലാക്കുന്നതാണ് രീതി. ഇനി അതിലൊരു മാറ്റവും വരാനില്ല. എന്തായിരിക്കും സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടെന്ന സൂചന ദേവസ്വം ബോർഡ് കഴിഞ്ഞ ആഴ്ച തീരുമാനമെടുത്തപ്പോൾ തന്നെ ലഭിച്ചതാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമായിരിക്കും സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് എടുക്കുക. അന്ന് തന്നെ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. എങ്കിലും അതിന് പുറത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ തന്നെ CPIMും സർക്കാരും തമ്മിൽ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തിന് ഇപ്പോൾ പിന്മാറിയെന്ന് സർക്കാരിനെ അതാണ് റഹീസ്, അത് വലിയൊരു ചോദ്യമായി തന്നെ ഉയരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം വരെ നടത്തി വിശ്വാസികൾക്കൊപ്പം എന്ന് തെളിയിക്കാനുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും അവിടെയൊക്കെ ഉയർന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: വിശ്വാസികൾക്കൊപ്പമെങ്കിൽ ശബരിമലയിലെ നിലപാട് എന്ത് എന്നുള്ളത്. ഇനി അത് ഉറപ്പിച്ചു പറയും സർക്കാർ. ആചാരം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ശബരിമലയിലേക്ക് യുവതികളെ കയറ്റില്ല എന്ന നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കുമ്പോൾ ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്, പ്രത്യേകിച്ച് നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരമൊരു തീരുമാനമെടുക്കാനേ രാഷ്ട്രീയമായി CPIM-ന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇപ്പോൾ അതെന്തുകൊണ്ട് മാറ്റിപ്പറയുന്നു എന്ന ചോദ്യത്തിന് ഇവർക്ക് കൃത്യമായ ഉത്തരം പാർട്ടിക്ക് നൽകാൻ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് പ്രാക്ടിക്കലായ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി മുന്നോടിയായി എടുത്തു. കാരണം വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് കുറെ കാലമായി സർക്കാരുമായി ബന്ധപ്പെട്ട മന്ത്രിമാരാണെങ്കിലും CPIM-ന്റെ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ അപ്പോഴും സുപ്രീം കോടതിയിൽ മുമ്പ് പറഞ്ഞത് തിരുത്താനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ പെട്ടെന്ന് പോയി പറയാനുള്ള ഒരു പഴുത് സർക്കാരിനില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്ര കാലം അത് നീണ്ടുപോയത്. ഇപ്പോഴതിന് കൃത്യമായ സാഹചര്യമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്, കോടതിയുടെ മുമ്പിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന അവസരം കൂടി വന്ന ഒരു സാഹചര്യത്തിൽ ഇനി ആ മുമ്പെടുത്ത തീരുമാനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതില്ല. ഇപ്പോൾ അന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി എന്ന പഴി മാത്രമേ കേൾക്കൂ. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നെടുത്ത യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാട് ഇപ്പോൾ സ്വീകരിച്ചാൽ രാഷ്ട്രീയമായി അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടികൾ വലുതാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF-ഉം CPM-ഉം അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് LDF-ഉം CPM-ഉം എന്ന് പറയേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തിയത്. അന്നും വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറയുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അന്ന് ആ പരിപാടി നടത്തിയത്. അതിന് പിന്നാലെ ഇപ്പോഴാണ് ഏറ്റവും വലിയ സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു സമയം വന്നത്. സുപ്രീം കോടതി തീരുമാനം പറയാനുള്ള ദിവസം ഒരു മാസം മുമ്പാണ് 14-ാം തീയതിക്ക് മുമ്പ് തീരുമാനം പറയണം എന്ന കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ 14-ാം തീയതിക്ക് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം പറയേണ്ടി വരുമെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അതിലൊരു വ്യക്തമായ ഉത്തരം CPM കണ്ടെത്തിയിരുന്നില്ല. നേതാക്കൾക്കിടയിൽ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ നിൽക്കുന്ന സമയത്തും അതിനകത്തൊരു തീരുമാനം എടുക്കുന്നത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. വൈകിട്ട് 3 മണിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്തായാലും ഈ തീരുമാനം കോടതിയെ അറിയിക്കാൻ, സുപ്രീം കോടതിയെ അറിയിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം.